सकता है पूरे जीवन भर उसको वो दवाई खाना पड़े। പല സൈക്കാട്രിക് മരുന്നുകളും ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടതായിട്ട് വരും. बहुत से साइकियाट्रिक जो दवाई है पूरे जीवन भर खाना पड़ता है। എന്നാൽ യേശുക്രിസ്തുവിന്റെ അരികിൽ വരികയാണെങ്കിൽ, लेकिन अगर आप यीशु मसीह के करीब आते हैं, നിന്നെ എന്നേക്കുമായി സൗഖ്യമാക്കുവാൻ യേശു വിശ്വസ്തനാണ്. പിന്നീട് ഒരിക്കലും ആ രോഗബാധ നിന്നെ തൊടത്തില്ല. हर दम के लिए तुम्हें चंगा करने के लिए यीशु मसीह काबिल है, फिर कभी वो बीमारी तुझे नहीं छुएगा। ആമേൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്ത്രീകളുമായുള്ള ബന്ധത്തിൽ പ്രീ മെനിപോസൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. അവർക്ക് 45-50 വയസ്സൊക്കെ ആകുന്ന സന്ദർഭത്തിൽ അവരുടെ മന്ത്രി പീരീഡ് നിൽക്കുന്ന ആ സമയം പ്രീ മെനിപോസൽ, ആ മെനിപോസ് സമയം, ആ സമയത്ത് ഡിപ്രഷൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതൊരു വളരെ ഗൗരവമേറിയ സമയമാകുന്നു. और दूसरा एक कारण स्त्रियों में देख सकते हैं प्री मेनिपोज है, जब स्त्री की जो मेंस्ट्रुएशन पीरियड रुक जाती है, रुक जाती है, वो समय में आ സമയത്ത് അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. उस समय निराशा आने की संभावना है। ആമേൻ. ആ ഡിപ്രഷനെ വളരെ വിവേകത്തോടുകൂടെ സമീപിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ ഹെൽപ്പൊക്കെ ആവശ്യമാണ്. അതുമാത്രമല്ല, ഈ കാര്യങ്ങൾ അറിയാവുന്നവർ ഭർത്താവിന് ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഭർത്താവിന് ആ സഹോദരിയെ ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ കഴിയും. और जब वो स्त्री ऐसे अवस्था से जाते हैं, अगर हो सके तो उसको डॉक्टर का हेल्प उसको ज़रूरी है, नहीं तो घर में परिवार में ही वो पति को भी समझाए कि किस प्रकार से वो स्त्री के साथ उसको वर्तमान करना है। ആമേൻ. നിങ്ങൾ ഡിപ്രഷനിൽ നിന്ന് പുറത്തു വരുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, अगर आप निराशा से बाहर आना चाहते हैं, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ തോട്ട് പാറ്റേൺസ് ശ്രദ്ധിക്കണം. നിങ്ങളുടെ തോട്ട് പാറ്റേൺസിന് ആമേൻ രൂപാന്തരീകരണത്തിന് വിധേയമാക്കണം. तो बहुत जरूरी है आपके सोचने के तरीके में आपको बदलाव लाना है। ഡിപ്രഷൻ പെർമനന്റ് ആയിട്ട് റെഡ്യൂസ് ആകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചിന്താരീതികൾക്ക് മാറ്റം വരുത്തണം. നെഗറ്റീവായിട്ടുള്ള ചിന്താരീതികൾ, ഹോപ്പ്ലെസ് ആയിട്ടുള്ള ചിന്താരീതികൾ മുഴുവൻ ദൈവവചന പ്രകാരമാക്കണം. പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ തുടങ്ങണം. अगर आप चाहते हैं हर दम के लिए आपके अंदर से वो निराशा हट जाए, बहुत जरूरी है, आपको चाहिए कि आपकी चिंता की प्रक्रिया में बहुत बड़ा बदलाव को लाए। ആമേൻ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ മുൻപ് ആമേൻ ശുശ്രൂഷിച്ചപ്പോൾ, ആമേൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ജോയ് ഹോർമോൺസിനെ സജീവമാക്കുവാൻ നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. और पिछले एपिसोड में जिस प्रकार से मैंने कहा कि आपके जॉय का, आनंद का जो हार्मोन्स को बढ़ाने की आप कोशिश करें। നല്ലവണ്ണം ചിരിക്കണം. अच्छी तरीके से आपको हंसना है। സന്തോഷമുള്ള ചിന്തകൾ ഹൃദയത്തിൽ കൊണ്ടുവരണം. बहुत आनंद की चिंता हरदम सोचना है। പ്രതിസന്ധികളുടെ നടുവിൽ പ്രോബ്ലംസിനെ നോക്കരുത്, സൊല്യൂഷൻസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറ്റണം. जब आप समस्याओं का सामना करता है, कभी भी उसके समस्या के बारे में सोचना नहीं, हल के बारे में सोचना है। നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ ഖേദങ്ങളും മച്ചുറായിട്ടുള്ള ഒരു ദൈവപൈതലിനോട് പങ്കുവെക്കണം. आपके दर्द, आपके जो जख्म है, वो किसी मैच्योर एक व्यक्ति के साथ बांटना है। ഗവൺമെന്റ് ഓഫ് പ്രൈസ് മറ്റൊരു നല്ല മരുന്നാണ്. യശയ്യാവ് 61 അതിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, സ്തുതി എന്ന മേലാട ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകണം. आपको चाहिए कि आप परमेश्वर की आराधना करें, स्तुति करें। ആമേൻ. ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ് ആമേൻ സങ്കീർത്തനം 126:2 ലാഫ്റ്റർ. ലാഫ്റ്റർ, ചിരിക്കണം. और सबसे अच्छा दवाई है 126 उसका दूसरा पद, हंसना चाहिए। ആമേൻ. 126-ാമത്തെ സങ്കീർത്തനം 2-ാം വാക്യത്തിൽ, അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. तब हम आनंद से हंसने और जय जयकार करने लगे। ഈ ഡിപ്രഷൻ ഉള്ളവർക്ക് അട്ടഹസിക്കാൻ കഴിയത്തില്ല, ആർക്കുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ അങ്ങനെ അവർക്ക് പറയാൻ കഴിയത്തില്ല. അവർ ശബ്ദം ഉണ്ടാക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ എന്ന് മാത്രമേ അവർക്ക് പറയാൻ കഴിയത്തുള്ളൂ. വയറിൻ്റെ മസിൽസിൻ്റെ സഹായത്തോടു കൂടിയുള്ള ശബ്ദം അവർക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയത്തില്ല. അവര് ശബ്ദം ഉയർത്തുന്നതിലൂടെ ഡിപ്രഷനെ അവർക്ക് അതിജീവിക്കുവാൻ കഴിയും. जो लोग निराशा में होते हैं वो जोर से हालेलुया नहीं कह सकते, वो बहुत धीमा कहते हैं हालेलुया। जो निराशा में होते हैं वो पेट के जो मसल्स को इस्तेमाल कर कर आवाज को उत्पन्न नहीं कर सकते। ആമേൻ. ഹല്ലേലൂയ. എനിക്ക് പണ്ട് ഡിപ്രഷനുള്ള സമയത്ത്, जब पहले जब मैं निराशा में था, പരിശുദ്ധാത്മാവ് എനിക്കൊരു കാര്യം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. पवित्र आत्मा बहुत से
बातों को मुझे सिखाया। എനിക്ക് ആ സമയത്ത് ഉറക്കം വരത്തില്ലായിരുന്നു. उस समय मुझे अच्छा नींद नहीं होता था। വളരെ വൈകിയാണ് ഉറങ്ങുന്നത്. बहुत देरी से मैं सोता था। പരിശുദ്ധാത്മ പറഞ്ഞു നേരത്തെ 9:30 കഴിയുമ്പോൾ തന്നെ കിടന്നുറങ്ങാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു. तो पवित्र आत्मा ने मुझसे कहा कि 9:30 बजे ही सोने के लिए आरंभ करो। ഞാൻ കണ്ണടച്ചതിന് ശേഷം യേശു 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 എന്ന് ഞാൻ ചിന്തിക്കും. और मैं आंखों को बंद कर कर मैं यीशु 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 करके सोचता हूँ। ഉറക്കം വരാത്ത എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. और जो नींद नहीं आता था मुझे नींद आना शुरू किया। സുഖമായിട്ട് ഉറങ്ങാൻ തുടങ്ങി. अच्छा से सोने लगा। 3 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേൽക്കും. 30 बजे मैं उठ जाता था। പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ നൽകിയിരുന്നു രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. तब पवित्र आत्मा मुझे सिखाया कि तू सुबह सुबह उठकर प्रार्थना करना। കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ആരംഭത്തിൽ ഞാൻ ഹല്ലേലൂയ എന്ന് പറയും. और जब मैं सुबह जागकर उठता हूँ जोर से हालेलुया कहता हूँ। ഹല്ലേലൂയ എന്ന് പറയാൻ തോന്നത്തില്ല അപ്പോൾ. उस समय हालेलुया बोलने की इच्छा तो नहीं है। നമ്മൾ ബലമെടുത്താ പറയുന്നത്. मैं अपने आप कोशिश कर कर बोलता हूँ। അതിനുശേഷമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. उसके बाद मैं कोशिश करता हूँ परमेश्वर की स्तुति करने के लिए। ഒരുപാട് സമയം ദൈവത്തെ സ്തുതിക്കും. बहुत समय में प्रभु का स्तुति करता हूँ। അതിനുശേഷം പ്രാർത്ഥനയുടെ ഇടയിൽ തന്നെ ഞാൻ കുറച്ചു നേരം അങ്ങ് ചിരിക്കും. और प्रार्थना के बीच में मैं ऐसा हंसने लगता हूँ। എനിക്ക് ചിരിക്കാനൊക്കത്തില്ലായിരുന്നു, എന്നാൽ ഞാൻ മനഃപൂർവ്വം അങ്ങ് ചിരിക്കുകയാണ്. मैं हंस नहीं सकता था लेकिन जानबूझ के मैं हंसना शुरू करता हूँ। എന്റെ ഡിപ്രഷനെ ജയിക്കുവാൻ വേണ്ടിയുള്ള ഒരു മരുന്ന് കൂടിയായിരുന്നു അത്. ये मेरे निराशा को हटाने के लिए एक दवाई था। ആ സമയത്ത് ഞാൻ കോളേജ് ഹോസ്റ്റലിലായിരുന്നു. तब मैं कॉलेज हॉस्टल में था। വീട്ടിൽ മടങ്ങി വന്നപ്പോൾ जब मैं घर वापस आया ഞാൻ അതേപോലെ തന്നെ കാര്യം ആവർത്തിച്ചു. मैं उसी तरीके से अपना कार्यों को करने लगा। രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് വലിയ ആരാധന. और सुबह 3 बजे उठकर बड़ा आराधना। അതിനുശേഷം ചിരിക്കാൻ തുടങ്ങി. और उसके बाद मैं हंसना शुरू करता हूँ। അടുത്ത ദിവസം എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, पिछले दिन मेरे माँ ने मुझसे पूछा, എടാ നീ രാവിലെ എഴുന്നേറ്റ് ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു. बेटा तू सुबह सुबह उठकर हंसता है, ഭ്രാന്ത് വരൂടാന്ന് പറഞ്ഞു. तुझे पागल हो जाएगा। ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ ഓൾറെഡി ഭ്രാന്തനാ, എൻ്റെ ഭ്രാന്ത് പോകാൻ വേണ്ടിയാണ് ഞാൻ ചിരിക്കുന്നത്. तो मेरे माँ से कहा कि माँ जी मैं तो अभी पागल हूँ, मेरे पागलपन जाने के लिए मैं हंस रहा हूँ। സോ ലാഫ്റ്റർ ഒരു നല്ല മെഡിസിൻ ആണെന്ന് എനിക്ക് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് പറയാൻ കഴിയും. तो हंसना एक अच्छा दवाई है, मैं अपने व्यक्तिगत अनुभव से कह सकता हूँ। അവിടെ അടിവരയിട്ട് പറയട്ടെ, ഹെൽത്തി ലാഫ്റ്ററിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. यहाँ पर एक स्वास्थ्य हंसी उसके बारे में मैं कह रहा हूँ। അതിനുശേഷം നിങ്ങളുടെ ദിവസത്തെ ഷെഡ്യൂൾ ചെയ്യുക. ആമേൻ. ഒരു ദിവസം എന്ത് ചെയ്യണമെന്നുള്ളത് പ്രീവിയസ് ഡേയിൽ തന്നെ തീരുമാനിക്കുക. तो उसके बाद आपको करना है एक दिन, कल के दिन मुझे क्या करना है, आज ही उसका योजना बनाएं। വിഷാദ രോഗികളുടെ ജീവിതത്തിന് ക്രമമില്ല, ഒരു ഓർഡറുമില്ല. അവർ മടി പിടിച്ചിരിക്കും, ഒന്നും ചെയ്യത്തില്ല, വെറുതെ ഇരിക്കും. और जो निराशा में जो लोग होते हैं वो कुछ नहीं करते, वो आलसी होकर बैठ जाते हैं। ഈ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു വിളിച്ചിട്ട് അവൾക്ക് മാനസിക പ്രശ്നമാണ്, എനിക്ക് വിഷാദമാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു. ഞാൻ പറഞ്ഞു, നീ ഇന്ന കാര്യം ചെയ്യണം. എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല. എടി നീ ക്ലാസ്സിൽ സൂമിൽ കയറണം, നിന്റെ ക്ലാസ് നടക്കില്ലേ, എനിക്ക് പഠിക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ടല്ലേ ഞാൻ വട്ടിയെടുത്തൊരു അടി കൊടുക്കാൻ എനിക്ക് തോന്നി ആ സമയത്ത്. तो पिछले दिन एक लड़की बुलाकर मुझसे बात कर रही थी, वो बोलती है कि उसको निराशा है। तो मैंने कहा कि आपको आपके जूम क्लास में एंटर करना है। तो वो लड़की कह रही कि पास्टर मुझे जूम क्लास में अटेंड नहीं करना, मुझे मन नहीं है। फिर मैंने उसको कुछ काम दिया तो वो कह रही कि मुझे वो करने का मन नहीं है। तो मुझे ऐसा लगा कि मैं एक डंडी लेकर उसको खूब पिटाई करूं। അതിനുശേഷം ഞാനോട് പറഞ്ഞു, 3 കാര്യം നീ ചെയ്യണമെന്ന് പറഞ്ഞു. उसके बाद मैंने वो लड़की से बोला कि तुझे 3 काम करना है। ചൂലെടുത്തിട്ട് വീട് മുഴുവൻ ഇപ്പൊ നീ തൂക്കണം എന്ന് പറഞ്ഞു. मैंने कहा कि झाड़ू लेकर पूरा घर अभी तुम्हें झाड़ू मारना है। രാത്രിയിൽ ഭക്ഷണം കഴിച്ചിട്ട് പോയി പാത്രം കഴുകണമെന്ന് പറഞ്ഞു. और रात में खाने के बाद पूरा बर्तन तुझे धोना है। അമ്മ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിയും സബ്ജിയും ഉണ്ടാക്കുമ്പോൾ നീ പോയിട്ട് കറിക്ക് അരിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. और मम्मी जब शाम में सब्जी बनाती है पूरा सब्जी काट कर देना है। ഈ 3 കാര്യം ചെയ്തിട്ട് എന്നെ വിളിച്ചാമെന്ന് പറഞ്ഞു. ये 3 कार्य करने के बाद तू मुझे बुलाना। അതങ്ങ് ഫലിച്ചു, അത് ചെയ്തു. तो ये अच्छा हुआ कि उसने वो सब कर ഈ लिया। വിഷാദ രോഗികളുടെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടാണ്, അവർ വെറുതെ കുത്തിയിരിക്കും, ഒന്നും ചെയ്യത്തില്ല. तो ये जो निराशा में जो लोग होते हैं उनका ये बड़ी एक कमी है, वो कुछ नहीं करते, झूठ मूठ का ऐसे बैठे रहते അപ്പ हैं। അമ്മായും വിചാരിക്കും കൊച്ചിന് രോഗമില്ല, അവളവിടെ ഇരുന്നോട്ടെന്ന് പറയും. പണി കൊടുക്കണം അവർക്ക്. तो पापा मम्मी सोचते हैं ये बेटी बीमार है, उसको ऐसे बैठे रहने लो। ऐसा नहीं, आप उसको कुछ काम करने दे। അവരുടെ ജീവിതത്തെ ഒരു ഓർഡറിലേക്ക് കൊണ്ടുവരണം. उनका जीवन को एक क्रम में लाना है।
അങ്ങനെ വരുമ്പോൾ ഒരു ഡേ ഷെഡ്യൂൾ ചെയ്യണം. രാവിലെ 8 മണിക്ക് എന്ത് ചെയ്യണം, 10 മണിക്ക് എന്ത് ചെയ്യണം, 12 മണിക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നമുക്കൊരു രൂപരേഖ ഉണ്ടാകണം. तो इस प्रकार आपको आज ही कल के लिए क्या करना है, सुबह 8 बजे क्या करना है, 10 बजे क्या करना है, आपको अपने जीवन पूरे जो दिन की योजनाएं बनाना है. തലേ ദിവസമേ ഒരു പണി കണ്ടുപിടിക്കണം. ആ മുറ്റത്ത് ഈ ഭാഗം കൃത്യമായിട്ടും കാട് വെട്ടിച്ച് റെഡിയാക്കണം. ഒരു പണി കണ്ടുപിടിക്കണം. അടുത്ത ദിവസം 1 മണിക്കൂർ അതിനു വേണ്ടി മാറ്റി വെക്കണം. അങ്ങനെ വർക്ക് ചെയ്യണം. और आप अगले दिन ही, पिछले दिन ही मुझे कल क्या करना है, मेरे गार्डन में यहाँ पे कुछ ऐसे जंगल है तो इसको साफ करना है. कुछ काम आप पहले ही ढूंढ निकालना है. ആമേൻ. then renew your thoughts. നിങ്ങളുടെ ചിന്തകളെ പരിവർത്തനത്തിന് വിധേയമാക്കുക. उसके बाद आपकी चिंता को आप बदले. എക്സസൈസ് ചെയ്യുക, ഫിസിക്കൽ എക്സസൈസ് ചെയ്യുക, अच्छी तरह से व्यायाम करें, പ്രാർത്ഥിക്കുക. प्रार्थना करें. ഡിപ്രഷനെ നിങ്ങൾക്ക് പരാജയപ്പെടുത്തുവാൻ കഴിയും. आप डिप्रेशन के जय ले सकते हैं. വിഷാദം നമുക്കുള്ളതല്ല. निराशा हमारा नहीं है. ആമേൻ. യേശു നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. यीशु मसीह आपको चंगा करना ഒരാൾ चाहता പോലും है. വിഷാദ രോഗിയായി തീരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. कोई भी नहीं चाहता, प्रभु नहीं चाहता कि आप निराशा में रहे. വിഷാദത്തിൽ നിന്ന് എല്ലാവരെയും പുറത്തു കൊണ്ടുവരുവാൻ യേശു ആഗ്രഹിക്കുകയാണ്. प्रभु चाहता है कि आपको निराशा से बाहर लेकर आए. 30 വർഷം മുൻപ് വിഷാദമുള്ള ഒരാളാണ് നിങ്ങളുടെ നടുവിൽ ഇപ്പോൾ ശുശ്രൂഷിക്കുന്നത്. जो आपके सामने आज सेवकाई कर रहे हैं वो कुछ 30 साल पहले वो निराशा में था. എന്റെ പരാജയങ്ങളെ ഞാൻ പ്ലാറ്റ്ഫോം ആക്കിയിട്ട് അതിന്റെ മുകളിൽ നിന്നാണ് ഞാൻ ഇന്ന് ശുശ്രൂഷിക്കുന്നത്. मेरे जीवन की जो असफलता है उसको मैंने प्लेटफॉर्म बनाकर मैं उसके ऊपर आज सेवकाई कर रहा हूं. എന്റെ സമയത്ത് ഡിപ്രഷൻ ഉണ്ടായിരുന്ന പലരും ഇന്ന് ലോകത്തിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടു പോയി. मेरे समय में जो लोग निराश थे वो दुनिया से हट गए. എന്നാൽ എനിക്ക് ഡിപ്രഷൻ വന്നപ്പോൾ ഞാൻ ഡിപ്രഷനെ എടുത്ത് കാൽക്കീഴെ കൊണ്ടുവന്നിട്ട് ഡിപ്രഷനെ കുറിച്ച് പഠിച്ച് ലോകരാജ്യങ്ങളെ ബ്ലസ് ചെയ്തു. लेकिन जब मैं निराशा से होकर गया, मैं निराशा को लेकर अपने पैरों के नीचे रखा और निराशा के बारे में सीखा और लोगों को निराशा से मैं बाहर लेकर आ रहा हूं. എന്റെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് വരുന്ന അനേകം വിഷാദ രോഗികൾ സൗഖ്യമാകുന്നു. आज कई लोग जो निराशा से भरे लोग मेरे पास आते हैं, वो यीशु मसीह को चंगा करता പിശാച് है. നിനക്ക് വിരോധമായി ഒരു പരിപാടി ഇട്ട് കഴിഞ്ഞാൽ शैतान अगर तुम्हारे विरोध में कुछ कार्य को लाते हैं, ആ പരിപാടി ഉപയോഗിച്ച് അവന് നീ പണി കൊടുക്കണം. उसको इस्तेमाल कर शैतान का हमला करे. കണ്ടോ, എനിക്ക് ഡിപ്രഷൻ കൊണ്ടുവന്നു, ആ വടി എടുത്ത് ഞാൻ ഇപ്പൊ അവനെ അടിക്കുക. देखो मेरे जीवन में वो निराशा लेकर आया, लेकिन उसी से मैं अभी शैतान को मार रहा हूं. ഹല്ലേലൂയ. हालेलुया. സകല വിഷാദ രോഗത്തിൽ നിന്നും സകലനും പുറത്തു വരണമെന്ന് യേശു ആഗ്രഹിക്കുകയാണ്. प्रभु चाहता है हर एक निराशा की बीमारी से आप बाहर निकल कर आए. ഈ പകൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. आइए अभी मिलकर हम प्रार्थना करेंगे. അത്ഭുതങ്ങൾ യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ प्रभु പോകുന്നു. आपके जीवन में चमत्कार करेंगे. എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. आइए मिलकर प्रार्थना करें. ഇവിടെ ആയിരിക്കുന്നവർ എഴുന്നേറ്റ് നിൽക്കുക. सब लोग जो यहाँ हैं आप खड़े हो जाएं. ആത്മാവിൽ പ്രാർത്ഥിക്കുക. आत्मा में प्रार्थना करें. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകം വിഷാദ രോഗികൾ സൗഖ്യമാകട്ടെ. इस सेवकाई में भाग लेने वाले हजारों निराशा में जो लोग हैं चंगाई को प्राप्त करें. നൂറുകണക്കിന് യൗവനക്കാർ വിഷാദ രോഗികളാണ്. बहुत से हजार जवान लोग निराशा में. ഇന്നത്തെ യൗവനക്കാരുടെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. എനിക്ക് ഹൃദയത്തിൽ നല്ല നൊമ്പരമുണ്ട് യൗവനക്കാരെ കുറിച്ച് ഓർക്കുമ്പോൾ. मैं आज के जवान बच्चों को देखकर मेरे अंदर बहुत दुख होता है. उनके लिए मेरे अंदर बहुत बोझ है. അവർ പലതിനും അടിമകളായി തീർന്നിരിക്കുകയാണ്. वो कई बातों के अधीन हो गए അതിന്റെ हैं. എല്ലാം ഫലമായിട്ട് അവർ വിഷാദ രോഗികളായി തീരുകയാണ്. इसके कारण वो निराशा में चले गए. എന്നാൽ യേശു അവരെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. लेकिन यीशु मसीह उनको चंगाई देना എന്നെ കേൾക്കുന്ന चाहता है. യൗവനക്കാരാ, നിങ്ങൾക്ക് വിഷാദമുണ്ടെങ്കിൽ मेरे सुनने वाले जवान भाई, आपके जीवन में अगर निराशा യേശു है, നിങ്ങളെ തൊടുവാൻ ആഗ്രഹിക്കുന്നു. यीशु मसीह आपको छूना യേശു चाहता നിങ്ങളെ है. സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. यीशु मसीह आपको चंगा करना ആമേൻ. ഒരുമിച്ച് चाहता है. പ്രാർത്ഥിക്കാം. आइए मिलकर प्रार्थना करें. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം കർത്താവേ,
വെളിപ്പെടുമേ. നല്ലവനാ കർത്തനവൻ, വല്ലഭനാ വെളിപ്പെടുമേ. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. കുരുടരിൽ കണ്ണുകൾ തുറക്കും, കാത് കേട്ടിടും ചെകിടർക്കുമേ. കുരുടരിൽ കണ്ണുകൾ തുറക്കും, കാത് കേട്ടിടും ചെകിടർക്കുമേ. ഉടന്നുള്ളവർ ഉദിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. ഉടന്നുള്ളവർ ഉദിച്ചുയരും, ഊമരെല്ലാം സ്തുതി മുഴക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെ ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ആരാധിക്കുക. ഈ ഭൂമിയിലെ आराधना करें. ഉയർത്തിടാം. നിന്നിതാ പാത്രരായി മേവാം, നമ്മെ നായകൻ കൈവിടുമോ. നിന്നിതാ പാത്രരായി മേവാം, നമ്മെ നായകൻ കൈവിടുമോ. എഴുന്നേൽക്കുക, പണിതേടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേൽക്കുക, പണിതേടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. ഓ ആരാധിക്കുമ്പോൾ വീഴുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വീഴുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. സ്നേഹം ദേഹി ആത്മാവിന്റെ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകി. സ്നേഹം ദേഹി ആത്മാവിന്റെ സന്തോഷം ദാനമായി നാഥൻ നൽകി. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം ആത്മാവിൽ, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. ഓ മടുത്ത
Every knee shall bow, every tongue confess that Jesus Christ is Lord. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. हम आपके लिए अभी प्रार्थना करेंगे. നിങ്ങൾ വിഷാദത്തിലൂടെ കടന്നു പോകുന്നു. अगर आप निराशा से होकर യേശു നിങ്ങളെ സൗഖ്യമാക്കുവാൻ പോകുന്നു. यीशु मसीह आपको छूकर चंगा പരിശുദ്ധ करेगा. പിതാവേ, യേശുവിൻ നാമത്തിൽ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. स्वर्गीय पिता यीशु मसीह के नाम से आपके जन के लिए प्रार्थना ഈ करते हैं. സമയമെടുത്ത് ഈ വചനം അവർ ശ്രവിച്ചതിനാൽ प्रभु समय लेकर आपके वचन को वो सुन रहे थे. അങ്ങയുടെ സൗഖ്യത്തെ അങ്ങ് അവരുടെ മേൽ അയക്കണമേ. प्रभु आपकी चंगाई उनके जीवन में भेजे. ഒരൊറ്റയാൾ പോലും വിഷാദത്തിൽ ഇനി ജീവിക്കുവാൻ അനുവദിക്കാതെ प्रभु आपसे लेकर एक भी व्यक्ति निराशा में जीने की अनुमति ना दे. അവരുടെ മനസ്സിനെയും ശരീരത്തെയും സൗഖ്യമാക്കണം കർത്താവേ. प्रभु उनके मन को शरीर को पूरी रीति से चंगा करे. മനസ്സിന് വന്ന കേടുകളെല്ലാം സൗഖ്യമാകട്ടെ. प्रभु उनके मन में आए हुए हर एक जख्म को आप पूरे ശരീരത്തിലെ ആ ഹോർമോൺ പ്രൊഡക്ഷൻ എല്ലാം ഓർഡറിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. उनके शरीर के हार्मोन प्रोडक्शन वो नॉर्मल हो जाए. ഇപ്പോൾ ഞാൻ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ अभी यीशु मसीह के अधिकार के नाम ഡിപ്രഷന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാവിനോട് കൽപ്പിക്കുന്നു. डिप्रेशन के पीछे काम
काम करने वाली दुष्ट आत्मा को मैं आज्ञा देता हूँ। യേശുക്രിസ്തുവിൻ നാമത്തിൽ ഈ ജനത്തെ വിട്ടു പുറത്തു പോ. यीशु मसीह के नाम से इस जन को छोड़कर तू बाहर चला जा। ഈ പ്രിയപ്പെട്ടവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. इस समय यीशु मसीह के नाम से ये जन चंगा हो जाए। ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരിമാർക്ക് ആർക്കെങ്കിലും പോസ്റ്റ് പാർട്ടം ഡിപ്രഷനോ അവരുടെ ആമേൻ ശരീര സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ള ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ യേശുക്രിസ്തുവിൻ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. इस वचन को सुनने वाले कोई भी बहन अगर पोस्टमार्टम डिप्रेशन या शारीरिक रीति से कोई भी डिप्रेशन के कारण है, यीशु के नाम में आप चंगा हो जाए। കർത്താവ് വലിയ സന്തോഷം കൊണ്ട് അവരെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. प्रभु आपकी बड़ी आनंद से आप भर रहे, इसलिए धन्यवाद। ഡിപ്രഷൻ അവരെ വിട്ടുപോയി. निराशा उनको छोड़कर चले। സ്വർഗീയ സന്തോഷം അവരിൽ വന്ന് തിങ്ങി നിറയുന്നു. एक स्वर्गीय आनंद उनके जीवन में प्रभु। യേശുവിൻ നാമത്തിൽ നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു. यीशु मसीह के नाम से आप चंगा हो गए हैं। സ്വർഗ്ഗം അത്ഭുതം ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. प्रभु आपने बड़े अचंभा काम को किया, धन्यवाद। യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ यीशु मसीह के नाम से എല്ലാവരും സന്തോഷത്തോടെ ചിരിച്ചേ. सब लोग खुशी से हंसे। ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. हालेलुया कहे। Thank you so much for joining with us. God bless you abundantly. നിങ്ങൾ എല്ലാവരെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. हमारे साथ जुड़ने के लिए आप सबको धन्यवाद। प्रभु बहुतायत से आपको आशीष दे। ആമേൻ.